ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ പറയുക, നമ്മൾ ഒരാളെ മുമ്പിൽ എന്തൊരു കാര്യത്തിലും കെഞ്ചേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കരുത്. അഥവാ നമുക്കത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്കൊന്നും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് പൈസ, സംഭവങ്ങൾ, ഗാഡ്ജറ്റുകൾ, നമ്മളൊക്കെ ഓരോ ആൾക്കാരോട് പറയലില്ലേ, ഒരു ഫോട്ടോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചിട്ട്, ഒരു വേക്കിൽ അടക്കല്ലേ ഒരു ഫോട്ടോ, ഏറ്റവും കുറച്ചൊരു ഫോട്ടോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ ആൾക്കാരെ വേക്കിൽ അടക്കല്ലേ. അതേമാതിരി നമ്മൾ ഓരോ ആൾക്കാരെ വേക്കിലോ ഫുഡ് വാങ്ങി തരുമോ, ചായ വാങ്ങി തരുമോ. എന്തിനാ ആൾക്കാരെ വേക്കിൽ നടക്കുകയോ ചെയ്യരുത്. ആരോടും ഒന്നിനോട് യാചിക്കാൻ നിൽക്കരുത്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക. ലോകത്ത് എന്തോരോ പരിപാടികളുണ്ട് എന്നറിയോ, പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ലോകത്ത് ഒരുപാട് നമ്മൾ ലോകത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് നിങ്ങൾക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കോടിക്കണക്കിനല്ല, 10,000 9,000 വഴികളുണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യത്തിന് ഓരോളോട് യാചിക്കരുത്. എങ്ങനെ, എനിക്ക് അത് വാങ്ങിത്തരുമോ, എനിക്ക് ഇത് വാങ്ങിത്തരുമോ എന്നൊന്നും ചോദിച്ചാൽ ആരോട് യാചിക്കാൻ നിൽക്കരുത്. നമ്മളങ്ങോട്ട് പണിയെടുക്കുക, നമ്മളങ്ങോട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ട് സത്യമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുക. അടിപൊളി ഫോൺ വാങ്ങുക, അടിപൊളി ലാപ്ടോപ്പ് വാങ്ങുക, അടിപൊളി ക്യാമറ വാങ്ങുക, അടിപൊളി ബൈക്ക് വാങ്ങുക, അടിപൊളി കാറ് വാങ്ങുക, അടിപൊളി വീടുണ്ടാക്കുക. എല്ലാം ചെയ്തിട്ട് അങ്ങോട്ട് പൊളിച്ചടുക്കി അങ്ങോട്ട് ജീവിക്കുക. നമുക്ക് ഇഷ്ടമുള്ള വണ്ടികൾ വാങ്ങും. അപ്പോൾ ഓരോ ആളുകൾ, ഈ പ്രവാസികളൊക്കെ വന്നിട്ട് ഇങ്ങനെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഒന്നും നടക്കുന്നില്ല, പ്രശ്നമാണ് അത് ഇത്. ഇവിടെയൊക്കെ നമുക്ക് നല്ല കുറഞ്ഞ പൈസക്ക് നല്ല അടിപൊളി വണ്ടികൾ കിട്ടും. നല്ല സൂപ്പർ ലാൻഡ് ക്രൂസറൊക്കെ 10,000-20,000 15,000 റുപ്യൊക്കെ നല്ല അടിപൊളി ഗ്രാൻഡ് ചെറോക്കി ഒക്കെ കിട്ടും. എൻ്റെ അടുത്ത് ഗ്രാൻഡ് ചെറോക്കി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വണ്ടികൾ കിട്ടും. ഇപ്പം എൻ്റെ അടുത്തുള്ള വണ്ടി ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർഡ് റേഞ്ചറാണുള്ളത്, പിന്നെ 4x4 വണ്ടി. ഓക്കെ, അപ്പം നമ്മൾ വിചാരിച്ചാൽ ഈ ലോകത്തിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ആരോടും ഒന്നിനും യാചിക്കരുത്. എന്തിന് വലിയ അവൻ്റെ ഒരു സാധനം നമുക്ക് വേണ്ടാന്ന് അങ്ങോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് പോലീസ് ആവും. ഓക്കെ, എല്ലാവരോടും സ്നേഹം മാത്രം. ഹാപ്പി.